ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നഫ്രിൻ ഷാൻ. ഞാൻ നവംബർ 7 DHA ഫാർമസി ടെക്നീഷ്യൻ എക്സാം കംപ്ലീറ്റ് ചെയ്തത്. അൽഹംദുലില്ലാ സക്സസ്ഫുള്ളി ഞാൻ പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ആൻഡോ സർ ആൻഡ് ഫൗസ മാം. ഫൗസ മാം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഡൗട്ട്സും എല്ലാ സമയത്തും വില്ലിംഗ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബേസിക് ക്ലാസ് ആണ്. ആൻഡോ സാറിൻ്റെ ബേസിക് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സാറ് ക്ലാസ് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. സാറ് ക്ലാസ് ഞാൻ ഡെയിലി ഒരു 2 or 3 ക്ലാസ് വെച്ച് കേൾക്കുമായിരുന്നു. അതിനൊരു 1 month കൊണ്ട് ഞാൻ ബേസിക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സാണ് പിന്നെ ഞാൻ ചെയ്തത്. ക്രാഷ് കോഴ്സ് ഒരു എബൌട്ട് 12 വീഡിയോസ് ഉണ്ട്. അത് ഞാൻ നന്നായിട്ട് താറാക്കി പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫയൽസാണ് ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ആപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമുക്കൊരു സെൽഫ് ടെസ്റ്റ് എന്ന പോലെ ഒരു 2-3 മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു എക്സാം എങ്ങനെയാണ് ഒരു എക്സാമിൻ്റെ മോഡൽ എന്നുള്ള പോലെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അത് ഞാൻ ചെയ്തിരുന്നു. ക്രാഷും ഫയൽസും എല്ലാം നന്നായിട്ട് ഞാൻ റിവൈസ് ചെയ്തതിന് ശേഷം മുന്നേ എഴുതി സ്റ്റുഡൻസിൻ്റെ എക്സാം റിവ്യൂസൊക്കെ കേട്ടിട്ട് ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്തിട്ട് അതും ഞാൻ റെഫർ ചെയ്യായിരുന്നു. അതെനിക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് റിപ്പീറ്റഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് മാത്രം സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അത് ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ആൻസർ ചെയ്തത്. പിന്നെ കാൽക്കുലേഷൻസ് എബൌട്ട് 20-25 ടൈപ്പോളം കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. എല്ലാതും സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻസ് തന്നെ ആയിരുന്നു. ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. കാരണം ഓരോ കാൽക്കുലേഷൻസ് എനിക്ക് ഒരുപാട് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻസൊക്കെ അവസാനത്തേക്ക് വെച്ച് ആദ്യം അറിയുന്നതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവസാനമാണ് ഞാൻ കാൽക്കുലേഷൻസൊക്കെ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. 15 minutes റിമൈനിങ് ആകുമ്പോഴാണ് ഞാൻ എക്സാം സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളത് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യണം. ടൈം നമ്മൾ കാൽക്കുലേഷൻസൊക്കെ അതിൽ തന്നെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാതെ പെട്ടെന്ന് അറിയുന്നതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ലാസ്റ്റ്ക്ക് നന്നായിട്ട് ആലോചിച്ചെടുത്ത് കാൽക്കുലേഷൻസ് ചെയ്യുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ എൻ്റെ എക്സാം എക്സ്പീരിയൻസും എൻ്റെ സ്റ്റഡി മെത്തേഡൊക്കെ. ആക്ച്വലി ഞാൻ ഹാപ്പിയാണ് മെഡ്വെഞ്ചർ ചൂസ് ചെയ്തതിൽ. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെൻറ്റർ ഫൗസ മാം ആയാലും സാറെ ക്ലാസ്സസ് ആയാലും വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് മനസ്സിലാവുന്ന പോലെ നമുക്ക് നന്നായിട്ട് ക്ലിയർ എല്ലാ സമയത്തും വില്ലിംഗ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മെഡ്വെഞ്ചറിൽ ജോയിൻ ചെയ്തതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഇനി എല്ലാ കമ്മിങ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.